എത്ര കാലം തുടർന്നു നാരായണൻ പാടിക്കുന്നിലെ വള്ളി നാടകം? അധികമൊന്നുമില്ല. എപ്പോഴോ അയാൾക്ക് വാറ്റുചാരായത്തിൻ്റെ ചവർപ്പും വള്ളിയക്കൻ്റെ വേർത്തുടലും മടുത്തിരിക്കും. പിന്നീട് കാണുന്നത് വീടിനുള്ളിൽ തൻ്റെ എഴുത്തുമേശയിൽ നിന്ന് എഴുന്നേൽക്കാതിരിക്കുന്ന നാരായണനെയാണ്. നീർത്തിയിട്ടൊരു തുണിശീല മാത്രമാണ് എനിക്കെന്നും സ്ഥലവും കാലവും. അതിൽ ഞാൻ തുന്നിച്ചേർക്കും വർണ്ണചിത്രങ്ങൾക്കില്ല നാളെയും മറ്റന്നാളും. പിന്നിട്ടു എന്ന് ഞാൻ കരുതിയ വഴിത്താരകൾ വന്നു തെളിയുന്നു മുമ്പിൽ വീണ്ടും വീണ്ടും. എന്നു ഞാൻ താണ്ടുമീ കഠിനമാം പഥം, നടന്നു തീർത്തോനല്ലോ പണ്ടേ പാവമീ പഥികൻ. നാരായണ, നീ എന്തെങ്കിലും ഒരു ഉത്തരം പറയേ. നിന്റെ ഇളയച്ച അതിനാ കാക്കുന്ന. എന്താ ഇളയച്ച, കല്യാണക്കാരിയാണോ? പിന്നല്ലാണ്ട്. ശാലയിടത്തേക്ക് വയ്യാണ്ടായി നിന്റെ കാര്യങ്ങൾ നോക്കി. നീ ഒരു വാക്ക് പറഞ്ഞ സരസ്വതി പോയി സംസാരിച്ചോളൂ അവരോട്. ആരോട്? സുശീലയുടെ കാര്യമാണെങ്കിൽ അത് നടക്കില്ല. എന്നാ വേറെ നോക്കട്ടെ. നോക്കിയോളൂ, പക്ഷേ ഒരു ഡിമാൻഡുണ്ട്. എന്താ അത്? പഠിപ്പും കുടുംബമഹിമുള്ള ബന്ധേ ഞങ്ങൾ നോക്കൂ. അത് രണ്ടും എനിക്ക് ആവശ്യമില്ല. പിന്നെ കുട്ടിക്ക് കാഴ്ചശക്തി പാടില്ല. എന്ത് പ്രാന്താ നീ പറയുന്ന? നീ എന്താ ആളെ സൂയിപ്പാക്ക? അല്ല, അന്വേഷിച്ചോളൂ. കൂടെ കഴിയുന്ന കാലം എത്രയും എന്നെ കാണാൻ കഴിയാത്തൊരു പെൺകുട്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ശബ്ദത്തിലൂടെ എന്നെയും ലോകത്തിനെയും കാണാൻ കഴിയുന്ന അന്ധയായ പെൺകുട്ടി. അന്ധയായ പെൺകുട്ടിയെ മതി എന്ന തീരുമാനത്തിന് പിന്നിലെ മനസ്സ്? ഇരുട്ടിനെ വാഴ്ത്തി വെളിച്ചത്തിന്റെ പരിമിതികളെക്കുറിച്ച് എഴുതുന്ന ഒരാൾക്ക് അന്ധത സ്വീകാര്യമായ സത്യമാണ്. കണ്ണ് കാണാൻ പാടില്ലാത്തൊരു പെൺകുട്ടി. ആ അന്വേഷണം സത്യത്തിൽ നടന്നോ? ഉവ്വ്, ലക്ഷ്മിക്കുട്ടി, ആറ്റിലശ്ശേരി ഗോവിന്ദൻ നായരുടെ അനന്തരവൾ. ചെറുപ്രായത്തിൽ വസൂരി വന്ന് കണ്ണിലെ വെളിച്ചം കെട്ടവൾ. പുറം കണ്ണിലെ ഇരുട്ടിലേക്ക് അകക്കണ്ണിന്റെ വെളിച്ചം പായിച്ചവൾ.